ലേണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ഭൂമിയുടെ റൊട്ടേഷനും റെവല്യൂഷനെ പറ്റിയും അതുപോലെ ഭൂമിയുടെ ഘടനയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അന്തരീക്ഷമാണ്. അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളും അതുപോലെ അന്തരീക്ഷ പാളികളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് അന്തരീക്ഷം എന്ന് നോക്കാം. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. എന്താണ്? ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഭൂമിയെ ഒരു പുതപ്പ് പോലെ ആവരണം ചെയ്യപ്പെട്ട ഭാഗമാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉള്ളത്. 1 വാതകങ്ങൾ, 2 നീരാവി, 3 പൊടിപടലങ്ങൾ. അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് 1 വാതകങ്ങൾ, 2 നീരാവി, 3 പൊടിപടലങ്ങൾ. ഇതുവരെ പറഞ്ഞ വിവരങ്ങൾ ഒന്നുകൂടി പറയാം. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അല്ലെങ്കിൽ ഭൂമിയെ ഒരു പുതപ്പ് പോലെ ആവരണം ചെയ്യപ്പെട്ട ഭാഗമാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ 3 ഘടകങ്ങളാണുള്ളത്: വാതകങ്ങൾ, നീരാവി, പൊടിപടലങ്ങൾ. വാതകങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. വാതകങ്ങളുടെ മിശ്രിതമാണ് അന്തരീക്ഷം. അങ്ങനെയെങ്കിൽ അന്തരീക്ഷവാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജനാണ്. ഏകദേശം 78% അന്തരീക്ഷത്തിൽ നൈട്രജനാണ്. രണ്ടാമത് ഓക്സിജനാണ്. 21% അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ്. അന്തരീക്ഷവാതകങ്ങളിൽ 99% ഓക്സിജനും നൈട്രജനുമാണ്. ബാക്കിയുള്ള 1% പിന്നീടുള്ള വാതകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ള വാതകം നൈട്രജനാണ്, 78%. രണ്ടാമത് ഓക്സിജനാണ്, 21%. മൂന്നാമത് ആർഗണാണ്, 0.9%. നാലാമത് കാർബൺ ഡൈ ഓക്സൈഡാണ്. 0.038% കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് അന്തരീക്ഷത്തിലെ 3 ഘടകങ്ങളിലെ ഒന്നാമത്തെ ഘടകമായ വാതകങ്ങളെ പറ്റിയാണ്. വാതകങ്ങളുടെ മിശ്രിതമാണ് അന്തരീക്ഷം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ്, 78%. രണ്ടാമത് ഓക്സിജൻ, 21%. ഓക്സിജനും നൈട്രജനുമാണ് 99% അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. നൈട്രജനും ഓക്സിജനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർഗണാണ്, 0.9%. 4ാം സ്ഥാനത്താണ് കാർബൺ ഡൈ ഓക്സൈഡ്, 0.038%. ഈ വാതകങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അത്യാവശ്യമാണ്. അതായത് നമ്മൾ മനുഷ്യരുൾപ്പെടുന്ന ജന്തുജാലങ്ങൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ സസ്യജാലങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് വാതകങ്ങളിൽ 2 വിഭാഗങ്ങളാണുള്ളത്: സ്ഥിരവാതകങ്ങളും അസ്ഥിരവാതകങ്ങളും. ഏതൊക്കെയാണ് സ്ഥിരവാതകങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ. ഈ 3 വാതകങ്ങളും സ്ഥിരവാതകങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാണ്, എല്ലാ വാതകങ്ങളെയും എടുത്തിട്ടില്ല. നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള വാതകങ്ങളെ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അസ്ഥിരവാതകങ്ങളിൽ ഏതൊക്കെ വാതകങ്ങളാണ് ഉൾപ്പെടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക, ഈ അസ്ഥിരവാതകങ്ങളിൽ മാറ്റം വരാൻ കാരണം എന്താണ്? അളവിൽ. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുമ്പം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്താവുന്നു? കൂടുന്നു. കാരണം സസ്യങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പം ഊഷ്മാവും ടെമ്പറേച്ചറും കൂടുന്നു. സസ്യങ്ങളെ വെട്ടി നശിപ്പിക്കുന്നത് ഒരു കാരണം മാത്രമാണ്. അതുകൂടാതെ മറ്റ് പല കാരണങ്ങളിലൂടെയാണ് ഈ അളവുകളിൽ മാറ്റം സംഭവിക്കുന്നത്. വാതകങ്ങളിലെ 2 വിഭാഗങ്ങളെ പറ്റിയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്: സ്ഥിരവാതകങ്ങളും അസ്ഥിരവാതകങ്ങളും. സ്ഥിരവാതകങ്ങളിൽ
നൈട്രജനും ഓക്സിജനും ആർഗണും അടങ്ങുമ്പോൾ അസ്ഥിരവാതകങ്ങളിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. ഇനി മൂന്നാമത്തെ ഘടകമായ നീരാവിയെക്കുറിച്ച് നോക്കാം. ബാഷ്പീകരണം വഴിയാണ് അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്നത്. എന്താണ് ബാഷ്പീകരണം? അന്തരീക്ഷത്തിലെ ചൂട് അല്ലെങ്കിൽ താപനില കാരണം ദ്രാവകങ്ങൾ ജലതുള്ളികളായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. ഇതിനെയാണ് നീരാവി എന്ന് പറയുന്നത്. ഇങ്ങനെ നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ്, അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. എന്താണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത? അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ്. ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിലെത്തുന്ന ജലതുള്ളികളായ നീരാവിയുടെ അളവാണ് ആർദ്രത. ആർദ്രത കൂടുതൽ ഭൂമധ്യരേഖാ പ്രദേശത്താണ്. എന്തുകൊണ്ടെന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്താണ് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബാഷ്പീകരണത്തിൻ്റെ തോതും കൂടും. ആ സമയത്ത് ആർദ്രതയും കൂടുന്നു. ആർദ്രത എന്നാൽ നീരാവിയുടെ അളവും കൂടുന്നു. അതുകൊണ്ട് തന്നെ ആർദ്രത കുറവ് ധ്രുവ പ്രദേശങ്ങളിലാണ്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടിയുണ്ട്. ഈ നീരാവി ഘനീഭവിച്ച് തുഷാരം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവയുടെ രൂപീകരണത്തിനും കാരണമാവുന്നു. നീരാവി ഘനീഭവിച്ച് തുഷാരം, മഞ്ഞ്, മേഘങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാവുന്നു. നീരാവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റുകൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിൽ അത് തങ്ങി നിൽക്കും. ബാഷ്പീകരണം വഴിയാണ് അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്നത്. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. ഭൂമധ്യരേഖാ പ്രദേശത്ത് ആർദ്രത കൂടുതലാണ്. ധ്രുവ പ്രദേശത്ത് ആർദ്രത കുറയുന്നു. നീരാവി ഘനീഭവിച്ച് തുഷാരം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. മൂന്നാമത്തെ ഘടകമായ പൊടിപടലങ്ങളെക്കുറിച്ച് നോക്കാം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. എയറോസോളുകൾ എന്നാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത്. ഈ സൂര്യൻ്റെ വെളിച്ചം ഒരു പ്രത്യേക ആംഗിളിൽ കൂടെ അല്ലെങ്കിൽ ഈ ജനവാതിലിൻ്റെ ഇടയിലൂടെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൊടികളെ കാണാൻ സാധിക്കും. അതായത് നമ്മളെ ചുറ്റും പൊടിപടലങ്ങളുണ്ട്, അല്ലെങ്കിൽ പൊടിയുടെ ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മുടെ ചുറ്റുമുണ്ട്. എങ്ങനെയൊക്കെയായിരിക്കും ഈ പൊടികൾ നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്നുണ്ടാവുക? വരണ്ട കാറ്റ് വീശുമ്പം മണ്ണ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ടും, അതുപോലെ നമ്മൾ എന്തെങ്കിലും കത്തിക്കുന്ന സമയങ്ങളിലെ വസ്തുക്കൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടികളായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയും ഒക്കെയാണ് എത്തുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കാരണങ്ങൾ വേറെ ഉണ്ടാവാം. എന്നാൽ ഈ ഡസ്റ്റ് പൊടികൾ ഒരു നിസ്സാരക്കാരനല്ല. എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്നാണ് വിളിക്കുന്നത്. ഘനീകരണം എന്നാൽ നീരാവി തണുത്തുറഞ്ഞ് വിവിധ രൂപങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ്. അത് മഞ്ഞാവാം, തുഷാരമാവാം, മേഘങ്ങളാവാം. അതുകൊണ്ട് തന്നെ ഈ എയറോസോളുകൾ എന്ന് വിളിക്കുന്ന പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് കാരണമാകുന്നു. പൊടിപടലങ്ങൾ എന്ന ഈ ഭാഗത്ത് ഇത്രയും 3 പോയിന്റുകൾ നോക്കിയാൽ മതിയാവും. മേഘങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നോക്കാം. അപ്പോൾ 3 പോയിന്റുകളാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈ പൊടിപടലങ്ങൾ ഘനീകരണ മർമ്മം അഥവാ കണ്ടൻസേഷൻ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നു. മേഘരൂപീകരണത്തിനും കാരണമാകുന്നു. ഇതുവരെ എന്താണ് അന്തരീക്ഷം എന്ന കാര്യം നോക്കി. അതുപോലെ അന്തരീക്ഷത്തിലെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നോക്കാം. അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 ഹോമോസ്ഫിയറും 2 ഹെറ്ററോസ്ഫിയറും. ഹോമോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹോമോസ്ഫിയർ. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗം. വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നു. ഇവിടെ വാതകങ്ങൾ എന്ത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? മിശ്രിത രൂപത്തിൽ. മറ്റൊന്ന് 90 കിലോമീറ്റർ വരെയാണ് ഹോമോസ്ഫിയറിൻ്റെ ഉയരം. 90 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. ഇനി ഹെറ്ററോസ്ഫിയറിലേക്ക് വരുമ്പോൾ
ഈ ഹെറ്ററോസ്ഫിയർ എന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേര് ബഹിരാകാശം എന്നാണ്. ഹെറ്ററോസ്ഫിയറിൻ്റെ മറ്റൊരു പേരാണ് ബഹിരാകാശം. അപ്പം ഈ ബഹിരാകാശം എന്നത് ഭൂമിയിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. അതായത് 90 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ബഹിരാകാശം അഥവാ ഹെറ്ററോസ്ഫിയർ. ഇവിടെ വാതകങ്ങൾ ഏത് രീതിയിലാണ് കാണപ്പെടുന്നത്? പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. വാതകങ്ങൾ പാളികളായിട്ട് കാണപ്പെടുന്നു. ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയറും എന്നിങ്ങനെ അന്തരീക്ഷത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ഭാഗമാണ് ഹോമോസ്ഫിയർ. ഭൂമിയോട് അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ അഥവാ ബഹിരാകാശം. ഹോമോസ്ഫിയറിൽ വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുമ്പോൾ ഹെറ്ററോസ്ഫിയറിൽ എങ്ങനെയാണ്? പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഹോമോസ്ഫിയറിൻ്റെ ഉയരം 90 കിലോമീറ്റർ വരെയാണ്. 90 കിലോമീറ്ററിന് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബഹിരാകാശം. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പാണ് കാർമൽ രേഖ. അതായത് കാർമൽ രേഖ വരെ ഹോമോസ്ഫിയറും കാർമൽ രേഖയ്ക്ക് ശേഷം ഹെറ്ററോസ്ഫിയർ അല്ലെങ്കിൽ ബഹിരാകാശവുമാണ്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്തോറും താപനിലയിലും സാന്ദ്രതയിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. താപനിലയും സാന്ദ്രതയും കൂടാം കുറയാം അങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? ഊഷ്മാവിൻ്റെയും സാന്ദ്രതയുടെയും അടിസ്ഥാനത്തിൽ. ഏതൊക്കെയാണ് 5 പാളികൾ? 1 ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മിസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. അതായത് അന്തരീക്ഷ ഊഷ്മാവിൻ്റെയും സാന്ദ്രതയുടെയും അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 പാളികളായി തിരിച്ചിരിക്കുന്നു. 1 ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മിസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. ഇതിൽ 3 പാളികൾ ഹോമോസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ. ഈ 3 പാളികളാണ് ഹോമോസ്ഫിയറിൽ ഉൾപ്പെടുന്നത്. മറ്റ് 2 പാളികളായിട്ടുള്ള തെർമോസ്ഫിയറും എക്സോസ്ഫിയറും ഹെറ്ററോസ്ഫിയറിൻ്റെ ഭാഗങ്ങളാണ്. ഇനി ഈ 5 അന്തരീക്ഷ പാളികളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ അന്തരീക്ഷ മണ്ഡലമായ അല്ലെങ്കിൽ അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയും അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലവും നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ്. കൂടാതെ ഭൂമിയിലെ ഏതാണ്ട് എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഹരിതഗ്രഹ പ്രഭാവവും അനുഭവപ്പെടുന്നത് ഈ പാളിയിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ? മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങി പ്രതിഭാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം എന്നും ട്രോപ്പോസ്ഫിയറിനെ വിളിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്ന് നമ്മൾ നോക്കി. ഇനി എന്താണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് നോക്കാം. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങളെ നമ്മൾ ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു? സൗരതാപത്തെ ആഗിരണം ചെയ്യുകയും ഭൂമിയുടെ താപനില ഉയർത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. അതായത് സൗരതാപത്തെ ആഗിരണം ചെയ്യുകയും ഭൂമിയുടെ താപനില ഉയർത്തുകയും ചെയ്യുന്നു. ഇതാണ് ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. ഇങ്ങനെ താപത്തെ നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമി തണുത്തുറഞ്ഞു പോവും. എന്നാൽ ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടിക്കുകയാണെങ്കിൽ ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക്. ഇതുവരെ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടി പറയുകയാണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ.
ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയിലെ ഏതാണ്ട് എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഹരിതഗ്രഹ പ്രഭാവവും അനുഭവപ്പെടുന്നത് ഈ പാളിയിലാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലവും ട്രോപ്പോസ്ഫിയറാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. എങ്ങനെയാണ്? ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി. ധാരാളം അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്ന പാളിയും ട്രോപ്പോസ്ഫിയറാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന പാളിയും ട്രോപ്പോസ്ഫിയർ. മറ്റൊന്ന്, ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ മുകളിൽ പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? താപനില കുറയുന്നു. എങ്ങനെയാണ്? 165 മീറ്റർ മുകളിലേക്ക് ഉയരുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലാണ് കുറയുന്നത്. ഒരു ക്രമമായ നിരക്കിലാണ് കുറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു രേഖയുണ്ട്. അതാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസ് എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ അല്ലെങ്കിൽ ഒരു അതിർവരമ്പ്. അതാണ് ട്രോപ്പോപാസ്. ഈ ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹം അല്ലെങ്കിൽ വായുവിൻ്റെ സഞ്ചാരം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന പേരിലാണ്. ട്രോപ്പോപാസിലൂടെയുള്ള വായുവിൻ്റെ പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന പേരിലാണ്. ഒരു കാര്യം കൂടി പ്രത്യേകം അറിഞ്ഞിരിക്കുക. ട്രോപ്പോസ്ഫിയർ എന്ന പേരിൻ്റെ അർത്ഥം സംയോജന മേഖല എന്നാണ്. അതായത് ഇതുവരെ പറഞ്ഞ 3 പോയിന്റ്, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖ ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. ട്രോപ്പോസ്ഫിയർ എന്ന പേരിൻ്റെ അർത്ഥം സംയോജന മേഖല. ഇത്രയും വിവരങ്ങളാണ് ട്രോപ്പോസ്ഫിയർ എന്ന പാളിയുമായി അല്ലെങ്കിൽ എന്ന മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ട്രോപ്പോപാസ് എന്താണെന്ന്. എന്താണ്? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർത്തി അല്ലെങ്കിൽ രേഖയാണ് ട്രോപ്പോപാസ്. അതിന് മുകളിലായി 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. മറ്റൊന്ന്, സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. എന്നാൽ ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയായിരുന്നു? അത് കുറയുകയായിരുന്നു. ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ കുറയുകയായിരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നായിരുന്നു വിളിച്ചത്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പം ഊഷ്മാവ് കൂടുകയാണ്. അതിന് പ്രത്യേക ക്രമമൊന്നുമില്ല എന്ന് മാത്രം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രോപ്പോസ്ഫിയറിൽ താപം കുറയുന്നു. എവിടെ വരെ? സ്ട്രാറ്റോസ്ഫിയർ വരെ. സ്ട്രാറ്റോസ്ഫിയറിൽ കൂടും. മറ്റൊന്ന്, വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും സഞ്ചരിക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. നമ്മൾ മനസ്സിലാക്കി ട്രോപ്പോസ്ഫിയറിലാണ് പ്രകൃതി പ്രതിഭാസങ്ങളായ കാറ്റ്, മഴ, മഞ്ഞ്, ഇടിമിന്നൽ തുടങ്ങിയവയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾക്കും ജെറ്റ് വിമാനങ്ങൾക്കും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാര പാളി എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. 3 പോയിന്റുകൾ ഇപ്പം പറഞ്ഞു. ട്രോപ്പോപാസിന് മുകളിലായി 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും സഞ്ചരിക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി അടുത്ത പോയിന്റാണ്, ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ളത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങളിൽ ഒന്നായിരുന്നു വാതകങ്ങൾ. അതിൽ നമ്മൾ ഓസോൺ എന്ന വാതകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അസ്ഥിരവാതകങ്ങളിൽ ഉൾപ്പെടുന്ന വാതകമാണ് ഓസോൺ. ഈ ഓസോൺ ഒരു കവചമായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതിനെ ഓസോൺ പാളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഓസോൺ പാളി എന്ന് നോക്കുമ്പോൾ, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്കെതിരെയുള്ള
ഭൂമിയുടെ ഒരു രക്ഷാ കവചമാണ് ഓസോൺ പാളി. അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് തടഞ്ഞുകൊണ്ട് നിർത്തുന്ന ഒരു രക്ഷാ കവചമായി വർത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഓസോൺ പാളി. ഈ അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്കറിയാം മനുഷ്യർ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും വിനാശം വരുത്തുന്ന രശ്മിയാണ് അൾട്രാ വയലറ്റ്. അപ്പോൾ അതിനെ ഒരു രക്ഷാ കവചം പോലെ ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്നു. ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓസോൺ പാളിയുടെ നിറം അത് ഇളം നീല കളറാണ്. ഇളം നീല നിറത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഓസോൺ ശോഷണം എന്നാണ്, അഥവാ ഓസോൺ ഡിപ്ലീഷൻ. മറ്റൊന്ന് 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്, അതായത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ 35 കിലോമീറ്റർ വരെ. നമ്മൾ പറഞ്ഞു ഓസോൺ പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെ ഓസോൺ ശോഷണം എന്ന് പറയുന്നു. അപ്പം ഈ കേടുപാടുകൾ അല്ലെങ്കിൽ ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണം അമിതമായി ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും അന്തരീക്ഷത്തിലെത്തുന്നതും മറ്റൊന്ന് നാക്രിയസ് മേഘങ്ങളുമാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 16 എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടനയാണ് UNEP അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. UNEPനെ പ്രത്യേകം ഓർത്തിരിക്കുക. ഓസോൺ ദിനമായി ആചരിക്കാൻ ശുപാർശ നൽകിയ സംഘടനയാണ് UNEP. ഇനി ഓസോൺ വാതകത്തെ കണ്ടുപിടിച്ച വ്യക്തിയാണ് CF ഷോൺബെയ്ൻ. CF ഷോൺബെയ്ൻ ആണ് ഓസോൺ വാതകത്തെ കണ്ടുപിടിച്ചത്. ഇനി ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും. ഈ 3 പേരെയും മാറിപ്പോവരുത്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺബെയ്ൻ ആണ്, എന്നാൽ ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ്. ട്രോപ്പോപാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ട്രോപ്പോപാസ്? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ അല്ലെങ്കിൽ അതിർവരമ്പ്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനുണ്ട് ഒരു അതിർരേഖ, അതാണ് സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് അല്ലെങ്കിൽ അതിർവരമ്പാണ് സ്ട്രാറ്റോപാസ്. നമ്മൾ ഇതുവരെ രണ്ടാമത്തെ അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. ആ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ട്രോപ്പോപാസിന് മുകളിലായി 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായിട്ട് കൂടുന്നു. വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി. കൂടാതെ ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം എന്നാൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാ കവചം എന്നാണ്. ഓസോൺ പാളിയുടെ നിറം ഇളം നീല. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഓസോൺ ശോഷണം എന്നാണ്. മറ്റൊന്ന്, ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ 20 മുതൽ 35 കിലോമീറ്റർ വരെയുള്ള ഭാഗത്താണ്. ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണം ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും അതുപോലെ നാക്രിയസ് മേഘങ്ങളും കാരണമാണ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 തിരഞ്ഞെടുത്ത സംഘടന UNEP. ഓസോൺ വാതകത്തെ കണ്ടുപിടിച്ചത് CF ഷോൺബെയ്ൻ, ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ് ഓസോൺ പാളിയെ കണ്ടുപിടിച്ചത്. സ്ട്രാറ്റോപാസ് എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖ. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ അന്തരീക്ഷ മണ്ഡലമായ മിസോസ്ഫിയറിനെ പറ്റി നോക്കാം. സ്ട്രാറ്റോപാസിന് മുകളിലായി 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ. സ്ട്രാറ്റോപാസിന് മുകളിലായിട്ട് 80 കിലോമീറ്റർ വരെ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടുകയാണെങ്കിൽ അത് മിസോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ ഉയരം കൂടും തോറും താപം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലവും മിസോസ്ഫിയർ ആണ്. ഇവിടെ -83 ഡിഗ്രിയാണ്.
അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് 3 പോയിന്റുകളാണ് മിസോസ്ഫിയറിനെ പറ്റിയിട്ട്. സ്ട്രാറ്റോപാസിന് മുകളിലായിട്ട് 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഉയരം കൂടുന്തോറും താപം കുറയുന്നു. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം -83 ഡിഗ്രി സെൽഷ്യസ്. മറ്റൊന്ന്, ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടിലൂസന്റ്, ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങൾ. അപ്പം ഈ മേഘത്തെ നിശാദീപങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. നോക്ടിലൂസന്റ് മേഘങ്ങൾ അറിയപ്പെടുന്നത് നിശാദീപങ്ങൾ എന്നാണ്. ഈ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളിയാണ് മിസോസ്ഫിയർ. ഈ ഉൽക്കകൾ ഭൂമിയിലേക്ക് എത്താതെ സംരക്ഷിക്കുന്ന പാളിയാണ് മിസോസ്ഫിയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളിയാണ് മിസോസ്ഫിയർ. ഇനി മിസോപാസ് എന്താണെന്ന് നോക്കാം. ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ് അതുപോലെ തന്നെയാണ് മിസോപാസ്. മിസോസ്ഫിയറിനെയും അടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് അല്ലെങ്കിൽ അതിർത്തിയാണ് മിസോപാസ്. ഈ പോയിന്റുകളെ ഒന്നും കൂടി നോക്കുമ്പോൾ മിസോസ്ഫിയറിൽ നോക്ടിലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്നു. ഇത് നിശാദീപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നോക്ടിലൂസന്റ്. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളിയാണ് മിസോസ്ഫിയർ. അതുപോലെ മിസോപാസ് എന്താണ്? മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖ. നാലാമത്തെ അന്തരീക്ഷ പാളിയായ തെർമോസ്ഫിയറിനെ പറ്റിയിട്ട് നോക്കാം. മിസോപാസിന് മുകളിലായി 80 മുതൽ 480 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോമീറ്റർ എന്താ ചെയ്യുന്നത്? താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ആ പേരിൻ്റെ സാമ്യത ഉള്ളതുപോലെ തന്നെ, അതായത് തെർമോമീറ്റർ എന്ന പേരിൻ്റെ സാമ്യതയുണ്ട് തെർമോസ്ഫിയറിന്. അതുപോലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്തോറും, അതായത് തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താപനില കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ. താപനില കുറഞ്ഞ പാളി മിസോസ്ഫിയറും കൂടിയ താപനിലയുള്ള പാളി തെർമോസ്ഫിയറും. മറ്റൊന്ന്, ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. എന്തുകൊണ്ടാണ്? ഉയരത്തിലേക്ക് പോകും തോറും, അതായത് ഇത് ഏറ്റവും ഉയരത്തിലുള്ള പാളിയാണ്, അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വാകർഷണം കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞത് മിസോപാസിന് മുകളിലായിട്ട് 80 മുതൽ 480 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഏറ്റവും താപനില കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം കൂടിയാണ് തെർമോസ്ഫിയർ. ഇനി ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയാണ് ഔറോറ അല്ലെങ്കിൽ ധ്രുവദീപ്തി എന്ന് പറയും. ഈ കാഴ്ചകൾ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറ കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ. ഔറോറ കാഴ്ചകളെ ധ്രുവദീപ്തി എന്നും കൂടി പറയുന്നുള്ളത് ഓർത്ത് വയ്ക്കാം. തെർമോസ്ഫിയറിൽ തന്നെ ഉള്ള ഒരു ഭാഗമാണ് അയണോസ്ഫിയർ. ഇത് തെർമോസ്ഫിയറിൻ്റെ താഴെ ഭാഗത്താണ് കാണപ്പെടുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു മേഖലയാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയറിലുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെയുള്ള വാതകങ്ങളൊക്കെ അയോണീകരിക്കപ്പെടുന്നു എന്നുള്ളത്. അതായത് അയോണുകളായിട്ട് മാറ്റപ്പെടുന്ന പ്രക്രിയ, അതാണ് അയോണീകരണം. തെർമോസ്ഫിയറിലെ താഴെയുള്ള ഭാഗമാണ് അയണോസ്ഫിയർ. മറ്റൊന്നാണ് വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം. അത് അയണോസ്ഫിയർ ആണ്. അതായത് ഇവിടെ സാറ്റലൈറ്റുകളെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. സാറ്റലൈറ്റുകളുടെ ഒരു സഞ്ചാരപാതയാണ് ഈ പാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെർമോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള അയണോസ്ഫിയർ. കൂടാതെ റേഡിയോ സംപ്രേഷണത്തിന് അനുയോജ്യമായിട്ടുള്ള പാളിയും അയണോസ്ഫിയർ ആണ് അല്ലെങ്കിൽ തെർമോസ്ഫിയർ ആണ്. ഒന്നുകൂടി പറയാണ്, ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറ കാഴ്ചകൾ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. അതുപോലെ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലവും അയണോസ്ഫിയർ ആണ്.
ഇത്രയാണ് തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ. ഇനി നമുക്ക് അഞ്ചാമത്തെ പാളിയായിട്ടുള്ള എക്സോസ്ഫിയറിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയായിട്ട് കണക്കാക്കുന്നത് എക്സോസ്ഫിയർ ആണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മൾ മറ്റ് അന്തരീക്ഷ മണ്ഡലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തതുപോലെ ഈ എക്സോസ്ഫിയറിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് ഇത്രയും ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കൂടാതെ ഈ എക്സോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകം ഹൈഡ്രജനും ഹീലിയം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. എക്സോസ്ഫിയറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റുകളാണ്: ഒന്ന്, തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളി, അതുപോലെ ഹൈഡ്രജനും ഹീലിയവുമാണ് അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വാതകങ്ങൾ. ഈ വീഡിയോയിൽ അന്തരീക്ഷത്തെക്കുറിച്ചും അന്തരീക്ഷ പാളികളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വിവരങ്ങളിലേക്കാട്ടോ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇതിലും കൂടുതൽ ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പഠിക്കുക. വേൾഡ് ജോഗ്രഫിയിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.